ഇന്ന് നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കിയാലോ? നല്ല സിമ്പിളായിട്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും എളുപ്പമുള്ള കട്ട്ലറ്റാണ്, ടൂണ കട്ട്ലറ്റ്. വേഗം തന്നെ ഉണ്ടാക്കാം, നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇന്നത്തെ ടെസ്റ്റിമോണിയൽസ് നോക്കാം. ബെൻസി നമ്മുടെ കൊത്തു പൊറോട്ട റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോട്ടോ അയച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. അതേതായാലും കലക്കി. താങ്ക് യു. കൊത്തു പൊറോട്ട ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ റെസിപ്പീസ് ട്രൈ ചെയ്യണമെങ്കിൽ മറക്കാതെ ഒരു ക്ലിക്ക് ചെയ്യൂ, എനിക്ക് ഇമെയിൽ അയക്കൂ. എൻ്റെ ഇമെയിൽ അഡ്രസ് recipesarsimple@gmail.com. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടൂണ കട്ട്ലറ്റ് ആണ്. ഏറ്റവും എളുപ്പം ഉള്ള കട്ട്ലറ്റാണ് ടൂണ കട്ട്ലറ്റ്. ക്യാനിൽ ടൂണ വാങ്ങിച്ച് തുറന്ന് നമുക്ക് തുടങ്ങാം. ഏറ്റവും ആദ്യം നമ്മുടെ ടൂണ കട്ട്ലറ്റിന് വേണ്ടി ആവശ്യമുള്ള 3 പൊട്ടാറ്റോസ് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങുമ്പോൾ നമ്മൾ സ്കിന്നിൽ തന്നെ വെച്ചിട്ടാണ് പുഴുങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ സെൻട്രൽ കൂടി ഇതുപോലെ ഒരു ലൈറ്റായിട്ടൊരു കട്ട് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഡീപ്പ് ആവരുത്. ഒന്ന് അതിൻ്റെ സ്കിന്നിങ്ങനെ കട്ട് ചെയ്ത് ഒരു സെൻട്രൽ കൂടി ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് കൊടുത്താൽ മതി. അതിനുശേഷം പുഴുങ്ങിയെടുത്താൽ ഇത് പുഴുങ്ങിയതിന് ശേഷം ഇത് സ്കിൻ പീൽ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ 3 ഉരുളക്കിഴങ്ങ് മതി നമുക്ക്. ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്, വേറെ ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ എളുപ്പത്തിൽ കഴിയും കാര്യങ്ങൾ. ഒരു 5 സ്റ്റീം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കേൾക്കുമ്പോഴേക്കും നമ്മുടെ പൊട്ടാറ്റോസ് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് പൈപ്പിൻ്റെ അടിയിൽ വെച്ച് നമുക്ക് പ്രഷർ കുക്കർ തണുപ്പിച്ചതിന് ശേഷം തുറക്കാം. ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. ഒന്ന് ഫോർക്ക് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പെട്ടെന്ന് ഓടിയുന്നുണ്ടെങ്കിൽ നമ്മുടെ പൊട്ടാറ്റോസ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, പെട്ടെന്ന് പീൽ ചെയ്യാൻ പറ്റും. നടുക്ക് കൂടി ആ ഒരു കട്ട് കൊടുത്ത കാരണം 2 സൈഡും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. വേഗം തന്നെ നമുക്ക് പീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പൊട്ടാറ്റോസ് 3 എണ്ണം നമുക്കൊന്ന് ഡൈസ് ചെയ്ത് മാറ്റി വയ്ക്കാം. കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഒന്നും ഇങ്ങനെ സ്മാഷ് ചെയ്താൽ ഉടഞ്ഞു പോകുന്ന രീതിയിലായിരിക്കണം വെന്തിരിക്കുന്നത്. കട്ട്ലറ്റിൽ അല്ലെങ്കിൽ ഈ ഹാർഡായിട്ട് നിന്നാൽ നമ്മുടെ കട്ട്ലറ്റ് നന്നാവില്ല. പിന്നെ ഇതിന് വേണ്ടത് നമുക്ക് 5 cans ടൂണ വേണം. 750 grams വരും മൊത്തത്തിൽ. ടൂണ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, വൈറ്റ് മീറ്റ് അല്ലെങ്കിൽ ലൈറ്റ് മീറ്റ് എന്ന് ലേബിൾ ചെയ്ത് ടൂണ വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഇവിടെ യൂസ് ചെയ്യണത് ഈ റെസിപ്പിക്ക് ഏറ്റവും നല്ലത് ടൂണ ഫ്ലേക്സ് ഇൻ ഓയിൽ. പിന്നെ ഫ്ലേക്സ് ഇൻ സൺഫ്ലവർ ഓയിലാണ്. ഫ്ലേക്സ് ഇൻ ഓളിവ് ഓയിലും കാണും, പക്ഷെ അത് ഈ റെസിപ്പിക്ക് അത്രയും ചേരില്ല. അപ്പോൾ 5 cans 750 grams ടൂണ ഫ്ലേക്സ് ഇൻ ഓയിൽ ക്യാൻ വാങ്ങിച്ചിട്ട് അത് തുറന്ന് അതിലത്തെ ഓയിൽ മുഴുവൻ കളയണം. നമുക്കതിൻ്റെ ഓയിൽ യൂസ് ചെയ്യണ്ട. അതിൻ്റെ ഓയിൽ യൂസ് ചെയ്യാത്തല്ല അതിനൊരു സ്മെല്ലുണ്ടാവും, നമുക്കത് ഇഷ്ടാവില്ല. അപ്പോൾ മുഴുവനായിട്ട് ഡ്രെയിൻ ചെയ്ത ടൂണ ഒരു ബോളിലേക്ക് ആഡ് ചെയ്യാം. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. പെരിഞ്ജീരകം നമ്മുടെ വലിയ ജീരകമാണ് കേട്ടോ. പിന്നെ 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വിനെഗർ, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ നാടൻ ഗരം മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഗരം മസാല റെസിപ്പീൻ്റെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തോളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു നാടൻ സ്റ്റൈൽ ഗരം മസാല, കറി മസാല ഇതൊക്കെ ചേർത്തിട്ട് നന്നായി തിരുമ്പി നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കുന്നത് വരെ. ഒരു 10-15 മിനിറ്റ് പറ്റി വെച്ചാൽ നല്ലതാണ്. ഇനി നമുക്കൊരു വീതിയുള്ള നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ ചീനിച്ചട്ടിയിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 സവാള കൊത്തി അരിഞ്ഞതാണിത്, 1 കപ്പോളം വരും. എണ്ണ ചൂടായി വരുമ്പോൾ അത് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നന്നായി കൊത്തി അരിഞ്ഞതും, 2 ടീസ്പൂൺ ഇഞ്ചി അതും വളരെ നന്നായി കൊത്തി അരിഞ്ഞതും. ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ
പച്ചമുളക്, അതും വളരെ സ്മോളായിട്ട് അരിഞ്ഞതാണ്. പച്ചമുളക് എരിവ് അനുസരിച്ചിന് ചേർക്കാം. എരിവ് കൂടിയ മുളക് അല്ലെങ്കിൽ മൈൽഡായിട്ട് എരിവുള്ള മുളക് ഇടാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുന്നത്. ഇതൊന്ന് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ട്യൂണ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. തീ കൂട്ടി വെച്ച് നന്നായി ഇത് ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ട്യൂണ മുഴുവൻ തീരുന്ന വരെയും പതുക്കെ പതുക്കെ ആഡ് ചെയ്ത് ഒന്ന് നന്നായി സ്റ്റിർ ഫ്രൈ ചെയ്യണം. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് കാണാം സൈഡ്സിലൊക്കെ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വന്നു തുടങ്ങും. എന്നാലും ഒരുപാട് ഫ്രൈ ആവണ്ട, ട്യൂണ ടഫാവും കൂടുതൽ ഫ്രൈ ചെയ്താൽ. അപ്പോൾ ഈ സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്പൈസ് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. നന്നായിട്ടൊന്ന് സെർവ് ചെയ്തെടുക്കണം. ട്യൂണയുടെ ആ നനവൊക്കെ മാറിക്കിട്ടണം, എന്നാൽ കൂടുതൽ ഫ്രൈ ആവാനും പാടില്ല. ഇനി നമുക്ക് ട്യൂണ പാനിൻ്റെ സൈഡ്സിലേക്ക് നീക്കിയിട്ട് നടുക്ക് ഗ്യാപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ പുഴുങ്ങി വെച്ച് സ്ലൈസ് ചെയ്ത് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്ത 3 പൊട്ടാറ്റോസ്, ഒരുവിധം സൈസുള്ള പൊട്ടാറ്റോസ് ആണ്, പുഴുങ്ങിയതാണിത്. അതും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെയും നമ്മൾ സ്റ്റിർ ഫ്രൈ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. ആ സ്റ്റിർ ഫ്രൈ ചെയ്യണതിൻ്റെ ഒപ്പം നമ്മൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ വലിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാഷ് ചെയ്ത് ഉടച്ച് കൊടുക്കണം. ഇനി ഇതിൽ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ കുറച്ച് ഉപ്പ് നേരത്തെ ട്യൂണയിൽ പരത്തി വെച്ചപ്പോൾ ചേർത്തിരുന്നു, പക്ഷേ ഒരു 1/2 ടീസ്പൂണോളം കൂടുതൽ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടതാണല്ലോ. പിന്നെ ഏറ്റവും അവസാനം 1/2 ടീസ്പൂൺ നാടൻ ഗരം മസാല പിന്നെയും ഇടണം. അതിൻ്റെ ഒപ്പം 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. ഇത് ഫൈനൽ സ്റ്റേജസിൽ ആഡ് ചെയ്യണ മസാലപ്പൊടികളാണ്. ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് അവസാനമായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഉരുളക്കിഴങ്ങിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഉടച്ച് കൊടുക്കാം. ഏകദേശം നമ്മുടെ ട്യൂണ കട്ട്ലറ്റിൻ്റെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ സൈഡിൽ കുറച്ച് ഗോൾഡൻ ഭാഗങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഓവർ ഫ്രൈ ആവരുത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ മല്ലിയില നന്നായി ചെറുതായി കൊത്തി ചോപ്പ് ചെയ്തത് അതും കൂടി ചേർക്കണം. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് മിക്സ് ചെയ്ത് കിട്ടാൻ ഒരു ഫോർക്കും കൂടി ഉപയോഗിച്ചാൽ എളുപ്പത്തിൽ എല്ലായിടത്തും വേഗം മിക്സ് ചെയ്ത് കിട്ടുന്നതാണ്. മല്ലിയിലയുടെ മണം കട്ട്ലറ്റിന് എപ്പോഴും നല്ലതാണ്, അത് ഒഴിവാക്കരുത്. പിന്നെ ചിലർ പറയും ട്യൂണ ആകുമ്പോഴേ ഒരു മണം ഉണ്ടാവൂലേ നമുക്ക് ഇഷ്ടപ്പെടാത്ത. അതൊന്നുമില്ല, ശരിക്കും ട്യൂണ കട്ട്ലറ്റ് കഴിക്കുമ്പോൾ മിക്കവരും ചോദിക്കാറുണ്ട് ചിക്കനാണോ, അതുകൊണ്ട് അതിനൊരു ഫിഷി സ്മെല്ല് ഉണ്ടാവും. പ്രത്യേകിച്ചും നമ്മൾ അതിൻ്റെ എണ്ണ ഒക്കെ കളഞ്ഞ കാരണം അതിന് അങ്ങനത്തെ ഒരു മണമൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിത് കട്ട്ലറ്റ് രൂപത്തിലാക്കണം. ഓരോ ബോൾസ് കയ്യിലെടുത്ത്, ഒരുപാട് വലുതാവരുത് കേട്ടോ, ബോൾസ് എടുത്ത് ഒന്ന് ഫ്ലാറ്റൻ ചെയ്ത് സ്മൂത്തായിട്ടുള്ള ഈ കട്ട്ലറ്റ് ഷേപ്പ് ആക്കണം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കട്ടകളൊന്നും തുറിച്ച് നിൽക്കരുത്, അത് ശ്രദ്ധിക്കണം. അതുപോലെ ക്രാക്സ് ഒന്നും ഉണ്ടാവരുത്. ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെക്കാം. നമുക്കെല്ലാം ഒരു വലിയ ട്രേയിൽ ബേക്കിംഗ് പേപ്പർ അല്ലെങ്കിൽ ഗ്രീസ് പ്രൂഫ് പേപ്പർ വിരിച്ചതിന് ശേഷം അതിലേക്ക് വെക്കാം. നമുക്ക് ഈ ട്യൂണ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം ഇതിൻ്റെ ഷേപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വലിയ നേരമൊന്നുമില്ല, എന്നാലും ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രയാസമുള്ളൊരു സ്റ്റെപ്പ്. എന്നാലും സിമ്പിളായിട്ട് കഴിഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ ഒരു 26 കട്ട്ലറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത്
മുക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് വേണം. ഫ്രഷ് ബ്രെഡ് ക്രംസ് ആണ് ഉണ്ടാക്കുന്നത്. വൈറ്റ് ബ്രെഡ് വെച്ചിട്ട് ഒരു 8-10 വൈറ്റ് ബ്രെഡ് സ്ലൈസസ് ഇതൊരു മിക്സി അല്ലെങ്കിൽ പ്രോസസ്സറിലിട്ട് നമുക്കൊന്ന് ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. ബ്രെഡ് സ്ലൈസസിൽ നനവ് ഒട്ടും ഉണ്ടാവരുത്. അതുപോലെ തന്നെ നമ്മുടെ മിക്സി അല്ലെങ്കിൽ പ്രോസസ്സറിൽ വെള്ളം ഉണ്ടാവരുത്. ഇത് ഗ്രൈൻഡ് ചെയ്യാൻ നേരത്ത് ഡ്രൈ ആയിരിക്കണം. ഇപ്പോൾ ബ്രെഡ് ക്രംസ് വീട്ടിലുണ്ടാക്കാൻ ഇത്ര എളുപ്പമല്ലേ? പലർക്കും ഇത് അറിയാത്തതാണ്. എപ്പോഴും നമുക്ക് വൈറ്റ് ബ്രെഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇത് ടോസ്റ്റ് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഫ്രഷ് ബ്രെഡ് ക്രംസ് റെഡിയായി. അതൊരു വലിയ ബൗളിലേക്ക് ഇടാം. പിന്നെ നമുക്ക് 1-2 മുട്ട ആവശ്യത്തിനനുസരിച്ച് ഒന്ന് അടിച്ചെടുക്കണം. പിന്നെ വേണമെങ്കിൽ കൂടുതലെടുത്താൽ മതി. ഇത് നമ്മുടെ കട്ട്ലറ്റ് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഓരോ കട്ട്ലറ്റ് എടുത്തിട്ട് നമ്മുടെ മുട്ടയിൽ ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്ത് ഒന്ന് കോട്ട് ചെയ്താൽ മതി ലൈറ്റായിട്ട്. എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു കൈ നമുക്ക് എഗ്ഗ് ഡിപ്പ് ചെയ്യാനും ഒരു കൈ ബ്രെഡ് ക്രംസ് മുക്കാൻ വേണ്ടി ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യണം. ആ ഡ്രൈ കൈയിൽ മുട്ടയുടെ നനവ് തട്ടാണ്ട് നോക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഓരോ അടുത്ത കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ അത് സ്റ്റിക്കി ആവും. അതിൻ്റെ കോട്ടിങ് അത്ര നന്നാവില്ല. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കോട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരു കൈ വെച്ചിട്ട് ടിപ്പ് ചെയ്ത് മറ്റേ കൈ വെച്ച് ഈ ബ്രെഡ് ക്രംസിൽ മുക്കിയതിന് ശേഷം അതും ഞാൻ മുക്കുമ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് അത് കോട്ട് ചെയ്തെടുക്കുന്നത്. അല്ലാണ്ട് നനവുള്ള കട്ട്ലറ്റ് ആ ഡ്രൈ ഹാൻഡ് വെച്ച് തൊടുന്നില്ല. നന്നായി ഈവൻലി ആയി കോട്ട് ചെയ്തെടുത്താൽ മതി. വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരോട് ഹെൽപ്പ് ചെയ്യാൻ പറയും. അവർക്ക് ഈ സ്റ്റെപ്പ് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഫ്രീസറിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസ് ചെയ്യാം. നമുക്ക് ആ ട്രെയിൽ അങ്ങനെ തന്നെ മൂടി ക്ലിംഗ് റാപ്പ് വെച്ച് മൂടിയതിന് ശേഷം നമുക്ക് ഫ്രീസ് ചെയ്യാം. എന്നിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്ത് നേരെ തന്നെ ഫ്രൈ ചെയ്യാം. അങ്ങനെയും ചെയ്യാം. പക്ഷെ അപ്പോൾ കുറച്ചും കൂടി നേരം തീ കുറച്ച് വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് തണുത്തിരിക്കും. ഇവിടെ ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ഉടനെ ഫ്രഷ് ആയിട്ട് തന്നെ ഫ്രൈ ചെയ്യാണ്. ഒരു ഫ്രൈയിങ് പാനിൽ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ച് ചൂടാക്കിയിരിക്കുന്നത്. നമുക്ക് ഷാലോ ഫ്രൈ ചെയ്താൽ മതി കട്ട്ലറ്റ്. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്യാനുള്ള അത്രയും മണ്ണ് ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് ചൂട് വേണം. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കട്ട്ലറ്റ്സ് ആദ്യത്തെ ബാച്ച് വെച്ച് ഫ്രൈ ചെയ്യാൻ വെക്കാം. എണ്ണ ചൂട് കൂടുതൽ പാടില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ക്രംസ് ഇങ്ങനെ കരിഞ്ഞു പോകും ഉൾഭാഗം ചൂടാവണതിന് മുമ്പ്. അത് പ്രത്യേകിച്ചും ഫ്രീസറിൽ നിന്ന് എടുത്ത് ഫ്രൈ ചെയ്യണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മിനിമം തീയിൽ വെക്കണം. അതിനാലും എണ്ണ ഇങ്ങനെ സിസിൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എണ്ണയുടെ ചൂട് കുറഞ്ഞു പോയാലും കട്ട്ലറ്റ് എണ്ണ കുടിക്കും, അത് രസം ഉണ്ടാവില്ല. ഏകദേശം 1 മിനിറ്റ് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ജെൻറ്റിലായിട്ടൊന്ന് ഫ്ലിപ്പ് ചെയ്ത് മറ്റേ സൈഡും കൂടി അതേപോലെ തന്നെ ഫ്രൈ ചെയ്യാം. കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാണ് നമുക്ക് വേണ്ടത്. ഇതിൽ കൂടുതൽ ഡാർക്ക് ആവരുത്. കൂടുതൽ ഡാർക്ക് ആയാൽ കാണാനും ഭംഗി ഉണ്ടാവില്ല, ടേസ്റ്റും അത്രയ്ക്ക് നന്നാവില്ല. ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് വരും അതിന്. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് ഫ്രൈ ചെയ്യണം. നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും ഇതേ കളർ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കണം. എനിക്കിപ്പോൾ ഇവിടെ 1 മിനിറ്റിൽ ഏകദേശം 1 മിനിറ്റ് തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ബേർണർ അനുസരിച്ച് അത് സമയം വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ 2 സൈഡും ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ നാരോ സൈഡ്സും കൂടി ഒന്ന് ഫ്രൈ ചെയ്യണം. അതും കൂടി ഫ്രൈ ചെയ്താലേ ഈ നല്ല ഫേമായിട്ട് പെട്ടെന്നൊന്നും പൊട്ടിപ്പോവാണ്ടിരിക്കുള്ളൂ നമ്മുടെ കട്ട്ലറ്റ്. അപ്പോൾ 2 സൈഡ് എഡ്ജസും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് അല്ലെങ്കിൽ സൈഡിലേക്ക് കുത്തി വെച്ചാൽ മതി. ഇതിനൊരുപാട് നേരം എടുക്കില്ല.
ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഗോൾഡൻ ആയിട്ടുണ്ടോയെന്ന്. എന്നിട്ട് അതേപോലെ മറ്റേ സൈഡും കൂടി തിരിച്ചിടാം. അങ്ങനെ നമ്മുടെ ട്യൂണ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ട്യൂണ ഇഷ്ടമില്ല എന്ന് വിചാരിക്കുന്നവരും ട്യൂണ കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്ക്. ഇത് കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടും. ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിച്ചൺ പേപ്പർ ടവലിൽ ഒരു പ്ലേറ്റിൽ വെക്കാം. കുറച്ച് എണ്ണ മാറിയതിന് ശേഷം നമുക്ക് ചൂടോടുകൂടി സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ചില്ലി സോസ് കൂട്ടി നമുക്ക് കഴിക്കാം. ഞാനിവിടെ ഹോട്ട് ആൻഡ് സ്വീറ്റ് തായ് ചില്ലി സോസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യാറ്. നല്ല രസമാണ്. ഇതൊരു ഇഫ്താർ ഐറ്റം അല്ലെങ്കിൽ നമ്മുടെ ചായയുടെ നേരത്തെ ഒരു സ്നാക്ക് ഐറ്റമായിട്ട് കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് വിവരം അറിയിക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.